എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് താങ്ക്സ് എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന്. അപ്പോൾ ഇന്ന് നമുക്ക് കോവയ്ക്കത്തോരൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. കോവയ്ക്ക കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറിയ വെളുത്തിന് ചതച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം. അതുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ചൂട്ടായി വിട്ടുപോയി. ഇനി നമുക്ക് 1 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അടച്ച് വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് 1 മിനിറ്റ് നേരം നമുക്കൊന്നും കൂടി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി ഒന്നും കൂടി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് ഒരുപാട് താങ്ക്സ്. ഇത്ര സമയം വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. അവ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റും ഇടാം കേട്ടോ. താങ്ക് യു. പിന്നെ ഞാൻ ഇതിന് മുന്നേ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കണം, സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഒരുപാട് താങ്ക്സ് എല്ലാവരോടും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ഓക്കെ.